ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് കാവേരി ഇങ്ങനെ കരയുമ്പോൾ നിവിൻ ഇങ്ങനെ തോളിൽ കൈപിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാവേരി വണ്ടിയിൽ പുറത്തിറങ്ങാണ്. എന്നിട്ട് അച്ഛൻ്റെ ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വന്നതും മരിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പെട്ടെന്ന് എന്നെ ഇങ്ങനെ ബോധം പോകുന്നത് പോലെ പോകുമ്പോഴേക്കും നിവിൻ ഓടി വന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ച് താങ്ങി നിർത്തുന്നുണ്ട്. ആ സമയത്ത് നിവിൻ ഇങ്ങനെ കാവേരിയോട് പറയുന്നുണ്ട്, കാവേരി വിഷമിക്കേണ്ട, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ജയബാലൻ വരികയാണ്. ജയബാലനാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ വിശാലിനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിക്കും. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് രാജേശ്വരി അടുത്തേക്ക്. ഈ സമയത്ത് നിവിൻ ഇങ്ങനെ പറയുന്നുണ്ട്, കാവേരി വിഷമിക്കേണ്ട, ഒരു സങ്കടത്തിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാവേരി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നിവിനാണെന്നുണ്ടെങ്കിൽ നിവിൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ സ്നേഹവും നിവിൻ കാവേരിയോട് പറയുന്നുണ്ട്. പക്ഷെ കാവേരിയായൊരു കരച്ചിലും സങ്കടത്തിൻ്റെ ഇടയിലെ മറക്കാണ്. പെട്ടെന്ന് തന്നെ കാവേരി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് വേഗം തന്നെ പുറകിലോട്ട് മാറുകയാണ് കേട്ടോ. എന്താ പറ്റിയത് എനിക്കെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, കാവേരി ഇങ്ങനെ വീഴാൻ പോയപ്പോൾ ഞാനൊന്ന് പിടിച്ചതാണെന്ന് പറയും കേട്ടോ. അങ്ങനെ കരയുമ്പോൾ പറയുന്നുണ്ട്, വേണ്ട, കറിയൊന്നും വേണ്ട, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകണ്ട, നമുക്കൊരു ലോങ് ഡ്രൈവ് പോകാമെന്ന് നിവിൻ പറയുകയാണേ. അപ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരു ലോങ് ഡ്രൈവ് പോകാം, എന്തായാലും കാവേരിയുടെ മനസ്സൊന്നും ഓക്കെ ആവാനായിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേണ്ടാന്നൊക്കെ കാവേരി പറയുന്നുണ്ടെങ്കിൽ നിവിൻ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകാണേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ലോങ് ഡ്രൈവിന് പോവുകയാണ്. ഇതേ സമയം ജയപാലും വിശാലും കൂടിയിട്ട് നേരെ നമ്മുടെ രാജേഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് രാഗിണിയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിപ്പിക്കണം, രാഗിണി ചേച്ചി കാത്തിരിക്കുകയാണെന്നൊക്കെ വിശാലും പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറയാൻ വേണ്ടിയിട്ട് രാജേശ്വരി നേരെ ശാരദയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ശാരദയാണെന്നുണ്ടെങ്കിൽ ശാരദനോട് വിനീത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിവിൻ മോൻ ആ സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളാം, തോട്ടം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഗംഗ എവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനീത് വരുന്നതും പോകുന്നതും ഒന്നും ശ്രദ്ധിക്കാതെ ആകുമ്പോൾ ശാരദ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗനോട്. അപ്പോഴേക്കും രാജേശ്വരി അവിടേക്ക് കയറി വരികയാണ്. അപ്പോൾ രാജേശ്വരി വന്നു കഴിഞ്ഞിട്ട് കാവേരിനെ കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശാരദയും ഗംഗയൊക്കെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങി പോക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വിനീതും പറയുന്നുണ്ട് കേട്ടോ, അതെ നിവിൻ്റെ അമ്മയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും ക്ഷമിച്ചത്, ഇനി ആ രീതിയിലാവില്ല പറയുന്നത് പറയുമ്പോൾ നീയാണല്ലേ ഇവിടുത്തെ ഗൃഹനാഥൻ, എന്നാൽ പിന്നെ ഇതൊന്ന് കണ്ടിട്ട് ഗൃഹനാഥൻ എന്താണെന്ന് വെച്ചാൽ പറയും, എൻ്റെ മകൻ്റെ കൂടെയാണോ നിൻ്റെ മകളുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് വളരെ അപമാനിക്കുന്ന രീതിയിൽ രാജേശ്വരി പറയേ ആയ വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവരൊക്കെ ആകെ ഞെട്ടി നിൽക്കുന്നത് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പിന്നെ കാണിക്കുന്നത് പ്രേമമാണ്. നെക്സ്റ്റ് വീക്കിൽ പ്രേമോയിൽ കാണിക്കുന്നത് വിനീതും നിവിനും കൂടിയിട്ട് കണ്ടുമുട്ടി വിനീത് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, എനിക്ക് കാവേരിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ വിനീത് പറയാണ്, എനിക്ക് നീ ആ വീട്ടിലേക്ക് വരികയും കാവേരിനെ കല്യാണം കഴിക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഉണ്ടടാ, നീ ഇത് എന്നോടല്ലേ പറയേണ്ടിയിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ അമ്മാവൻ ജയപാലൻ അയാൾ ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കാമെന്ന് നിനക്ക് അറിയൂല എന്നൊക്കെ ചോദിക്കുമ്പോൾ നിവിനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും കാവേരിനെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു സത്യം തന്നെ വിനീതിനോട് തുറന്നു പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് കാവേരി വീട്ടിൽ വന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള കുറച്ച് സ്നേഹമുള്ള നിമിഷങ്ങളൊക്കെയാണ് അവർ എല്ലാവരും കൂടിയിട്ട് സംസാരിക്കുന്നതും. അതുപോലെ ശാരദ കവിത ഒക്കെ എഴുതുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കവിതയൊക്കെ പാടിപ്പിക്കുന്നതും അങ്ങനെയായിട്ടുള്ള കുറച്ച് സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് വീണ്ടും ഒരു വലിയൊരു അപകടം എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് നമ്മുടെ സുജാതമായി വരികയാണ് കേട്ടോ. സുജാതമായിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് എന്തോ സാമ്പത്തിക ഇടപാടിൽ എന്തോ ഒരു നഷ്ടം സംഭവിച്ചിട്ട് വരികയാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണ്ടതായിട്ട് വരുമ്പോൾ നമ്മളെ ഗംഗയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു തന്നൊരു മാല എടുത്തിട്ട് സുജാതയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് ആർക്കും കൊടുക്കാതെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് അമ്മായി, ഈ അമ്മായി ഇത് കൊണ്ടുപോയിക്കോളാൻ പറയുമ്പോൾ ഗംഗയുടെ ഒരു സ്നേഹമൊക്കെ സുജാതയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ സുജാതയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവാണ്. പിന്നെ കാണിക്കുന്നത് യമുനനെ കാണാതാവുന്നതാണ് കേട്ടോ. യമുനനെ രാത്രിയായിട്ടും കാണാതാവുകയാണ്. അങ്ങനെ ശാരദ വീട്ടിലുള്ളവരൊക്കെ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഗംഗയും കാവേരിയും ഒക്കെ അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മളെ യമുനനെ കണ്ടു കിട്ടിയില്ല. അപ്പോൾ ആ ഒരു വേദനയും കൂടിയിട്ട് താങ്ങാൻ പറ്റാതെ നെഞ്ഞത്തടിച്ച് നൂലുകൊളിക്കുന്നുണ്ട് ശാരദ. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.